വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. അല്പം മുമ്പ് ഞാനൊരു വാർത്ത നെറ്റിൽ വായിച്ചു. പെൺകുട്ടിയെ പ്രസവിച്ചതിന് ഭാര്യയെ ഷോക്കടിപ്പിച്ചു കൊന്നു എന്നാണ് വാർത്ത. ഇത്രയൊക്കെ വിദ്യാഭ്യാസവും ഇത്രയൊക്കെ ടെക്നോളജിയും ഒക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഇപ്പോഴും പല കുടുംബങ്ങൾക്കിടയിലും പെൺകുട്ടികളെ പ്രസവിച്ചതിൻ്റെ പേരിൽ ഭാര്യയെ വഴക്ക് പറയുന്ന, അതിൻ്റെ പേരിൽ ഭാര്യയെ കുറ്റം പറയുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെയധികം നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. പല ആളുകളും പറയാറുണ്ട്, ചില സ്ത്രീകൾ പറയാറുണ്ട്, കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ വരുന്ന സമയത്ത് 3 പെൺകുട്ടികളുണ്ടായതിൻ്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വഴക്കാണ്, അതിന് പുറമെയാണ് ഈ ഒരു പ്രശ്നം കൂടെ എന്ന് പറയാറുണ്ട്. 3 പെൺകുട്ടികൾ ഉണ്ടായി എന്നുള്ളത് ഈ ഭാര്യ ചെയ്തതൊരു തെറ്റല്ല. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ ഒരു സ്ത്രീ 4ാമത് പ്രസവിക്കാൻ വേണ്ടി വന്നു. ആ സ്ത്രീ 4ാമത് പ്രസവിക്കാൻ വേണ്ടി വന്ന് അവിടെ അഡ്മിഷൻ വാങ്ങിയ സമയത്ത് തന്നെ സിസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം, ഈ കുട്ടി 4ാമത്തതാണ്, ഇതെങ്കിലും ഒരു ആൺകുട്ടിയാവാൻ വേണ്ടി. നേരത്തെ 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അങ്ങനെ ആ സിസ്റ്റർമാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. 4ാമത് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതും പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് ആ പ്രസവിച്ച സ്ത്രീ ആ സിസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ. കാരണം ഇനിയും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചാൽ വീട്ടിലേക്ക് പ്രവേശനമില്ല എന്ന് എൻ്റെ ഭർത്താവിൻ്റെ മാതാവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൊന്നു കളഞ്ഞേക്കൂ എന്നാണ് ആ സിസ്റ്റർമാരോട്, നേഴ്സസിനോട് ആ സഹോദരി പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ പോലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭാഗം ഇങ്ങനെ പൊന്തി വരികയാണ്. പെൺകുട്ടി ഉണ്ടായാലും ആൺകുട്ടി ഉണ്ടായാലും നമുക്ക് മക്കളെ തരുന്നത് ദൈവമാണ്. ഏത് കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലും വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നാം കാണിക്കേണ്ടത്. ഇനി കുറ്റം പറയാമെങ്കിൽ സ്ത്രീക്ക് പറയാം. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം, പലർക്കും അറിയുന്ന കാര്യമാണ്. പെൺകുട്ടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പുരുഷനാണ്. കാരണം പുരുഷന് സെക്സ് ക്രോമസോമുകൾ 2 ഉണ്ട്, സ്ത്രീക്കും 2 സെക്സ് ക്രോമസോമുണ്ട്. സ്ത്രീയുടെ 2 ക്രോമസോമുകളും എക്സ് ആണ്, പുരുഷനുള്ളത് 1 വൈയും 1 എക്സുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്നത് എക്സ് ക്രോമസോം തന്നെയാണെങ്കിൽ ആ കുട്ടി പെൺകുട്ടിയായി മാറും. ഇതിന് പകരം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്നത് വൈ ക്രോമസോം ആണെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കും. അപ്പോൾ പുരുഷൻ ഏത് ക്രോമസോമാണ് കൊടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് കുട്ടി ആൺകുട്ടിയാകുന്നതും പെൺകുട്ടിയാകുന്നതും. സത്യം പറഞ്ഞാൽ പുരുഷനും കൃത്യമായ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ഇല്ലെങ്കിൽ പോലും പറയാമെങ്കിൽ വ്യക്തമായ ഒരു കാരണമായിട്ട് പുരുഷനെ പറയാം. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എൻ്റെ മനുഷ്യ, നിങ്ങൾ കുറേ കാലമായാലും ഈ എക്സ് ഇങ്ങനെ വിടാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് 2 വൈ ഇങ്ങോട്ട് വിട്ടൂടെ എന്ന് വേണമെങ്കിൽ സ്ത്രീക്ക് പറയാം. പക്ഷെ പറയാൻ പാടില്ല, കാരണം ദൈവമാണ് നമുക്ക് കുട്ടികളെ തരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളെന്ന് പറയുന്നത്, പെൺകുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. പെൺകുട്ടികളുള്ള വീടെന്ന് പറയുന്നത് ഐശ്വര്യമാണ്. ചില പുരുഷന്മാരുണ്ട്, ലേബർ റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനായിട്ട്. ആൺകുട്ടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ മുഴുവനും നടന്ന് മധുര വിതരണം നടത്തും. പെൺകുട്ടിയാണെങ്കിൽ ഞാനിവിടെ ഇല്ലേ, ഇത് ഞാനല്ലേ, എൻ്റെ ഭാര്യ പ്രസവിച്ച് ഞാനൊട്ട് അറിഞ്ഞിട്ടുമില്ലേ എന്ന തരത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇനി മുതൽ തരുന്ന മക്കൾ ഏതാണെങ്കിലും അത് ദൈവം തരുന്നതാണ്. അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വളരുക. പെൺകുട്ടി ആയതിൻ്റെ പേരിൽ ഒരു തരത്തിലും ഭാര്യയെ കുറ്റം പറയാനുള്ള അവകാശം പുരുഷന്മാർക്ക് ഇല്ല. അത് പുരുഷനെയും സ്ത്രീയെയും പറയാൻ പാടില്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കുക. എന്നാലും അതിൻ്റെ ക്രോമസോം ഇമ്പാക്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ ആ പെൺകുട്ടികൾ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യങ്ങളാണ്. പെൺകുട്ടികളെ കുറ്റം പറയാത്ത, പെൺകുട്ടികൾ ഉണ്ടായതിൻ്റെ പേരിൽ ഭാര്യയോടോ ഭാര്യയുടെ മക്കളോടോ വിഷമിക്കാത്ത അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, പോസിറ്റീവ് മാനസികാവസ്ഥയ്ക്ക് നാം വളർന്നു വരിക നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.